ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറിയംസ് വേൾഡ്. അങ്ങനെ കുറേ നാളത്തേക്ക് ശേഷം ഞാൻ പിടിയും കോഴിയും റെസിപ്പി ആയിട്ടാണ് വരുന്നത്. നമുക്ക് കണ്ടാലോ? ഞാനിവിടെ എലൈറ്റിൻ്റെ 500 ഗ്രാമിൻ്റെ പൊടിയാണ് കേട്ടോ, അതും വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. നമുക്കിതിലോട്ട് കുനൂനാന്നരിഞ്ഞ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുനൂനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഇളം തേങ്ങയുടെ ചിരണ്ടിയ ഇതാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവ് പോലെ നിങ്ങൾ തേങ്ങയും ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഞാനിവിടെ എടുത്ത 500 ഗ്രാമിന് ഞാൻ തേങ്ങയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ടേ. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കേണ്ടത്. അത് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം. വെള്ളം അധികമായി കഴിഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ രീതിയിൽ ഏകദേശം ആ ഒരു പാകത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഉണ്ട പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ദേ പിടിക്കുള്ള ഉണ്ടയൊക്കെ ഞാനിവിടെ ഉരുട്ടി കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാവേ. അതിനായി ഞാനിവിടെ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലോണം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലോട്ട് ഞാൻ 3 കറി ലീഫ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ചെറുജീരകമാണേ, പെരിഞ്ജീരകമല്ല. എല്ലാവർക്കും മാറിപ്പോണൊരു കാര്യമാണേ. പെരിഞ്ജീരകം ഇട്ട ടേസ്റ്റ് മൊത്തത്തിൽ മാറും. ഇതിലിടേണ്ടത് ചെറുജീരകം തന്നെയാണേ. ചെറുജീരകം ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ നേരത്തെ ഇട്ട തേങ്ങയുടെ ബാക്കിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. ആ തേങ്ങയും കൂടി ഇട്ട് നല്ലോണം വെള്ളം തിളപ്പിക്കണം. അപ്പോൾ ദേ പിടിക്ക് വെച്ചേക്കണ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ടേ. നമുക്കിതിലോട്ട് ഈ എല്ലാ പിടികളും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, വെള്ളം തെറിച്ച് മുഖത്ത് വീഴാണ്ട് നോക്കണേ. നമുക്ക് ഈ എല്ലാ പിടികളും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറുകി വരും. കുറുകി വരുമ്പോഴത്തേക്കും 1 കപ്പ് ചൂടുവെള്ളത്തിൽ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്യണേ. പഞ്ചസാര ഇട്ടതിന് ശേഷം അങ്ങനെ നമ്മുടെ പിടി ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് നല്ല നാടൻ കോഴിക്കറിയും ഉണ്ട്. പിന്നെ ഒരു കാര്യം, കോഴിക്കറിയുടെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയട്ടോ. നമുക്കിനി ഇതെന്തായാലും നിയാമേനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചാലോ. എങ്ങനെയുണ്ട്? എൻ്റെ ഈ പിടിയും കോഴിക്കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ കുഞ്ഞുമെറിയും നിയാമയും കഴിക്കൽ തുടങ്ങിയിട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുവേ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.